Welcome, Pastor sir. Welcome. Praise the Lord. Praise the Lord. Praise the Lord. വളരെ മനോഹരമായ ഒരു പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രിയ ദേവദാസൻ പാടിക്കൊണ്ടിരുന്ന പാട്ട് വളരെ അർത്ഥവത്തായ നല്ലൊരു ആരാധനാ ഗീതമാണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്. बहुत ही खूबसूरत एक गीत हम सुन रहे थे। परमेश्वर के दास ने जो गीत गाया वो बहुत ही अर्थों से भरा हुआ एक अच्छा आराधना का गीत है। സഹോദരങ്ങളെ, നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ നാവിൽ വരേണ്ടത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും ചെയ്യുന്ന പാട്ടുകളാണ്. भाइयों, जब हम अकेले बैठते हैं तो हमारे मुंह से ऐसे गीत निकले जिससे प्रभु की स्तुति हो, प्रभु की आराधना हो। കർത്താവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒത്തിരി ആളുകൾ കൂടണമെന്നൊന്നുമില്ല. प्रभु की आराधना के लिए ज्यादा लोगों का इकट्ठा होना जरूरी नहीं है। രണ്ട് തരത്തിലുള്ള ആരാധനയുണ്ട്. ഒന്ന് കോർപ്പറേറ്റ് വർഷിപ്പ് ഉണ്ട്, രണ്ടാമത്തേത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വർഷിപ്പ് ഉണ്ട്. दो तरह की आराधना है, एक तो सामूहिक आराधना है, दूसरी हमारी व्यक्तिगत आराधना है। കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് നാം ഒറ്റയ്ക്കിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ പാടുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൾ നിറയും, നാം കരയും, നാം ഏങ്ങലടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. जब हम प्रभु की उपस्थिति में बैठते हैं, जब हम ये याद करते हैं कि पिछले दिनों में प्रभु ने हमें किस तरह से चलाया है, तो हम अनजाने में ही प्रभु के सामने हम रो पड़ते हैं, हम सुबकने लगते हैं, प्रभु की आराधना करने लगते हैं। പലപ്പോഴും ആയിരങ്ങൾ കൂടുന്നിടത്ത് അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യം നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ നുറുങ്ങുമ്പോൾ അവിടുത്തെ പാടി ആരാധിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. बहुत बार हजारों की भीड़ में जो प्रभु की उपस्थिति महसूस नहीं होती है, वो प्रभु की उपस्थिति जब हम अकेले टूटे दिल के साथ प्रभु की उपासना करते हैं, प्रभु की स्तुति और आराधना करते हैं, तब हम महसूस कर पाते हैं। പലപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്, കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ്. बहुत बार प्रभु की उपस्थिति जो मैं महसूस करता हूँ वो उस समय होता है जब मैं अकेले बैठकर प्रभु की स्तुति करता हूँ, प्रभु की महिमा और आराधना करता हूँ। ചിലപ്പോൾ ഓഫീസിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ തേങ്ങാറുണ്ട്, എൻ്റെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകാറുണ്ട്. कई बार ऑफिस में बैठकर काम करते समय ही मेरा दिल प्रभु के सामने सुबकने लगता है, मेरी आंखों में आंसू आ जाते हैं। എൻ്റെ നാവ് കൊണ്ട് ഞാൻ പാടുന്നില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിന് വേണ്ടി കർത്താവിന്റെ സന്നിധി പാടുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. उस समय मैं मुंह से गीत नहीं गाता हूं, पर दिल में जब मैं प्रभु की स्तुति और आराधना के गीत गाता हूं तो मेरा दिल उसकी उपस्थिति से भरता है। ചിലപ്പോൾ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒക്കെ ഈ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. कई बार गाड़ी चलाते समय या रात को सोते समय जब सोने जाता हूं उस समय ये अनुभव मेरे साथ हुए हैं। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഒന്ന് 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 എന്താ ഉപദേശിക്കുകയല്ല, ഞാൻ അത് നിർദ്ദേശിക്കുകയാണ് നിങ്ങളോട്. അത് ഞാനൊന്ന് ഒന്ന് സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ ഒറ്റയ്ക്കിരുന്ന് പാടി ആരാധിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കഴിയണം. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. भाइयों, ये मैं आपको सिखा नहीं रहा हूं, लेकिन मेरी सलाह है आपके लिए कि हम जब अकेले बैठते हैं, हम प्रभु की आराधना करें, प्रभु की स्तुति करें। इस तरह की आराधना को हमें अपनी व्यक्तिगत जिंदगी में विकसित करना है, उसे बढ़ाना है। കർത്താവിന്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കഴിയും. 2-3 അധ്യായങ്ങളിൽ നമുക്കത് വായിക്കുവാനായിട്ട് കഴിയും. प्रभु के वचन में खास तौर से इफिसियों 2-3 अध्याय में देख सकते हैं कि हम हर समय प्रभु की आराधना कर सकते हैं। അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കർത്താവിനോട് കൂടെ നടക്കുന്നത്. जो इस तरह की जिंदगी जीता है वही व्यक्ति प्रभु के साथ साथ चलता है। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച വചനത്തിലേക്ക് മടങ്ങി വരാം. पिछले दिनों में हमने जो वचन सीखा था हम उसकी ओर वापस आते हैं। മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിക്കുവാനായിട്ടിടയായത്. मत्ती का सुसमाचार 5वां अध्याय उसका 8वां वचन पिछली क्लास में हमने देखा था। ആ വാക്യം നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിങ്ങനെയാ വായിക്കുന്നത്: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. मेरा विश्वास है कि वो वचन आप में से कईयों को याद होगा, और वो वचन इस तरह से है, मत्ती 5:8, धन्य है वे जिनके मन शुद्ध हैं क्योंकि वे परमेश्वर को देखेंगे। അത് ഈ ലിസ്റ്റിലുള്ള 6-ാമത്തെ ബി ആറ്റിറ്റ്യൂഡാണ്. और इस सूची में वो 6ठा धन्य वचन है।
ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഒരു കർത്തൃ ശിഷ്യന്റെ ജീവിതത്തിൽ ഉള്ള ഗുണങ്ങളിൽ ഒരു ഗുണമായിട്ടാണ് ഇവിടെ നമ്മളത് വായിക്കുന്നത്. एक परमेश्वर की संतान या प्रभु के चेले की जिंदगी में एक अच्छा गुण जो होना चाहिए, उसके रूप में इसे हम यहाँ पढ़ते हैं. ഈ ക്ലാസ്സുകൾ മുടക്കാതെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. സ്വർഗത്തിലെ ദൈവം, പിതാവാം ദൈവം നമ്മെ നോക്കുമ്പോൾ നമ്മളിൽ അവിടുന്ന് കാണേണ്ട ഗുണങ്ങൾ എന്താണെന്നാണ് ഓരോ ആഴ്ചയിലും ഈ തിരുവചന സത്യങ്ങളിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. लगातार इस क्लास को सुनने वाले लोगों को ये बात समझ में आ जाएगी कि जब प्रभु स्वर्ग से हमें देखता है तो वो जिन गुणों को हमारे अंदर देखना चाहता है, जो गुण हमारे अंदर होने चाहिए, उन्हीं एक एक गुणों के बारे में इन पिछले कुछ हफ्तों से हम सीखते आ रहे हैं. ദൈവമക്കളുടെ ജീവിതത്തിൽ, ദൈവദാസിദാസന്മാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അപകടം എന്താണെന്ന് അറിയാമോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കും, പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. परमेश्वर के बच्चों की जिंदगी में, परमेश्वर के दास दासियों की जिंदगी में सबसे बड़ा खतरा इस बात का है कि जब हम इन वचनों को, इस तरह के वचनों को जब हम सुनते हैं तो हम ये ढूंढते हैं कि क्या ये गुण दूसरों की जिंदगी में है, पर हम ये नहीं खोजते कि मेरे अंदर ये गुण है कि नहीं है. കർത്താവിന്റെ തിരുവചനം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനപ്പുറം സ്വയം നമ്മുടെ ജീവിതത്തിൽ അത് പഠിച്ച്, അത് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്ത് അനുദിനം ജീവിക്കുന്നതിന് വേണ്ടിയാണ്. प्रभु का पवित्र वचन दूसरों को सिखाने से बढ़कर हमें इसलिए दिया गया है कि हम उस वचन को पढ़ें, उस वचन को सीखें, समझें और हर दिन हम अपनी जिंदगी में जांचें कि क्या वो मेरी जिंदगी में है या नहीं. ദൈവവചനത്തെ കണ്ണാടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവവചനം പഠിക്കുന്ന, ധ്യാനിക്കുന്ന, കേൾക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ മുഖം, തന്റെ ജീവിതം ആ കണ്ണാടിയിൽ റിഫ്ലക്ട് ചെയ്ത് കാണുവാനായിട്ട് കഴിയും. परमेश्वर के वचन को दर्पण या शीशा कहा गया है. जो व्यक्ति परमेश्वर के वचन को सीखता है, मनन करता है, वो अपना चेहरा जैसे आईने में देखता है, वैसे वचन में खुद को देख सकता है. സഹോദര സഹോദരി, ലോകത്തിൽ ഒരു വ്യക്തിക്കും നിന്റെ ഹൃദയത്തിലുള്ളത്, നിന്റെ ജീവിതത്തിന്റെ രീതി, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, നിന്റെ നിഗൂഢമായ രഹസ്യങ്ങൾ അറിയുവാൻ കഴിയുകയില്ല. സ്വന്തം ഭാര്യയ്ക്കോ സ്വന്തം ഭർത്താവിനോ പോലും അറിയുവാൻ കഴിയുകയില്ല. നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് നിന്നോട് പറയുവാൻ ദൈവത്തിന്റെ തിരുവചനത്തിന് മാത്രമേ കഴിയൂ. भाइयों बहनों, आपकी जिंदगी का लक्ष्य, आपकी जिंदगी का उद्देश्य, आपकी जिंदगी के जो छिपी हुई गुप्त बातें हैं, इस दुनिया में कोई व्यक्ति उसको नहीं जानता है. आपका पति, आपकी पत्नी भी उसको नहीं जानती है. आपकी जिंदगी की जो कमियां हैं, कमजोरियां हैं, सिर्फ स्वर्ग का परमेश्वर ही आपको बता सकता है. നാം സ്വർഗത്തിന്റെ വഴിയിലേക്കാണോ നരകത്തിന്റെ വഴിയിലൂടെയാണോ യാത്ര ചെയ്യുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ തിരുവചനമാണ്. ദൈവത്തിന്റെ തിരുവചനം വ്യക്തമായി നമ്മളോട് പറയും നാം ഇതിലേത് വഴിയിലൂടെയാ പോകുന്നതെന്ന്. परमेश्वर का वचन ही हमें इस बात की याद दिलाता है कि हम स्वर्ग के रास्ते की ओर जा रहे हैं या नरक के रास्ते की ओर जा रहे हैं. इसके बारे में परमेश्वर का वचन साफ साफ हमसे बात करता है. നമ്മുടെ ജീവിതത്തിൽ എവിടെ നമ്മൾ സ്റ്റക്കായാലും ശരി, കൺഫ്യൂസ്ഡ് ആയാലും ശരി, ഡിലമായിലായാലും ശരി, ദൈവത്തിന്റെ തിരുവചനത്തിന് ഒരു ഉത്തരം നമുക്ക് തരുവാനായിട്ടുണ്ട്. हम अपनी जिंदगी में चाहे कहीं भी अटक जाएं, फंस जाएं, दुविधा में या असमंजस में पड़ जाएं, परमेश्वर का वचन हमें एक उत्तर दे सकता है. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിരിക്കുകയാണെന്ന് വെച്ചോ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള വഴി വ്യക്തമല്ല, എടുക്കുവാനുള്ള തീരുമാനങ്ങൾ വ്യക്തമല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ തിരുവചനം തുറന്നു പഠിക്കുക. കർത്താവിന്റെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കും നാം എടുക്കേണ്ട തീരുമാനങ്ങൾ, നാം എടുക്കേണ്ട വഴികൾ എന്താണെന്ന്. भाई और बहनों, अगर आप जिंदगी में किसी एक परिस्थिति में अटक गए हैं, फंस गए, आपको पता नहीं है कि आपका अगला कदम क्या होना चाहिए या आपको कैसा निर्णय लेना चाहिए, तो आपको ये करना है, प्रभु के वचन के साथ में, प्रभु की उपस्थिति में आप बैठे, वचन को खोले, उसे पढ़ें और प्रभु आपको बताएगा आपको क्या निर्णय लेना है, आपको कैसा कदम उठाना है. അതുപോലെ തന്നെ മറ്റുള്ള സ്വയം ജീവിതത്തിൽ ദൈവവചനം അനുവർത്തിക്കുന്നതിനപ്പുറം മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടെ, വെമ്പലുകളോടെ ദൈവവചനവും എടുത്തുകൊണ്ട് ഓടുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇതിന്റെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ ഒരു വലിയ മുന്നറിയിപ്പ് കർത്താവ് ദൈവവചനത്തിൽ നമുക്ക് തരുന്നുണ്ട്. और अगर ऐसा कोई भाई या ऐसी कोई बहन हमारे बीच में है
जो खुद की जिंदगी में वचन को लागू करने की बजाय, खुद की जिंदगी को वचन के आधार पर जांचने की बजाय दूसरों को सिखाने की जल्दबाजी में भागदौड़ में लगे हुए हैं, तो आपको परमेश्वर का वचन एक बड़ी चेतावनी देता है। യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അധികം ശിക്ഷാവിധി വരുമെന്ന് നിങ്ങൾ അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. യാക്കോബ് 3:1. याकूब 3:1 में परमेश्वर का वचन कहता है कि हे भाइयों, तुम में से ज्यादा उपदेशक न बने, क्योंकि उन्हीं पर ज्यादा दंड आएगा। അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവത്തിന്റെ തിരുവചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, അത് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒക്കെയും വളരെ ഗൗരവത്തോടെ, വളരെ ഭയത്തോടു കൂടി നാം ആയിരിക്കണം. और इसीलिए परमेश्वर के जनों, जब हम परमेश्वर के वचन का इस्तेमाल करते हैं, जब हम उसको सिखाने के लिए जब हम उठाते हैं, जब हम उस पर मनन करते हैं, बड़ी सावधानी से उसका इस्तेमाल करें। നാം കേട്ട വചനത്തിൽ പറയുന്നു, ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാനായിട്ട് പറ്റൂ. हमने जो वचन पढ़ा वो ये बताता है कि जिनके मन शुद्ध हैं, सिर्फ वही परमेश्वर को देख सकेंगे। സഹോദരന്മാരെ, സഹോദരിമാരെ, ഒത്തിരി അധ്വാനിച്ചത് കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ഒത്തിരി സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റില്ല. സ്നാനപ്പെടുത്തിയത് കൊണ്ട് ദൈവത്തെ കാണാൻ പറ്റത്തില്ല. സഭകൾ സ്ഥാപിച്ചാലും ശരി ദൈവത്തെ കാണാൻ പറ്റത്തില്ല. भाई और बहनों, कड़ी मेहनत करने से परमेश्वर को नहीं देखा जा सकता है। कईयों को विश्वास में लाने के द्वारा परमेश्वर को नहीं देखा जा सकता है। सुसमाचार सुनाने के द्वारा परमेश्वर को नहीं देखा जा सकता है। लोगों को बपतिस्मा देने के द्वारा आप परमेश्वर को नहीं देख सकते हैं। ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതിനൊക്കെയുള്ള അഭിഷേകമാണ് സ്വർഗം തന്നിരിക്കുന്നത്. അതിനുള്ള കൃപാവരങ്ങളാണ് സഭയുടെ മേൽ പകർന്നിരിക്കുന്നത് എന്നത് സത്യം തന്നെ. ये सच है कि इन्हीं कामों के लिए परमेश्वर ने हमें बुलाया है। इन्हीं कामों का वरदान परमेश्वर ने अपनी कलीसिया को दिया है। हमें इसी बात का अभिषेक परमेश्वर ने दिया है। ഹൃദയത്തിന്റെ ശുദ്ധി ഇല്ലാതെ ദൈവത്തെ കാണാനായിട്ട് കഴിയത്തില്ല സഹോദരങ്ങളെ. पर भाइयों, अगर दिल शुद्ध नहीं है तो परमेश्वर को नहीं आप देख सकते हैं। ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകം ശുദ്ധമാണോ എന്ന് അറിയണമെങ്കിൽ അതിന് പല പല മാനദണ്ഡങ്ങളുണ്ട്. अगर आप ये जानना चाहते हैं कि एक आदमी का दिल शुद्ध है कि नहीं, तो उसके कई तरह के मापदंड हैं। ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് അരുതാത്ത വാക്കുകൾ വരുമ്പോൾ, നമ്മൾ ദേഷ്യത്തോടെ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ, എന്തെങ്കിലും എടുത്ത് എറിയുമ്പോഴൊക്കെ നമ്മൾ പറയാറുള്ള ഒരു എക്സ്ക്യൂസ് എന്താണെന്ന് അറിയാമോ? അത് എനിക്ക് അത് പറ്റിപ്പോയതാണ്, അന്നേരത്തെ കോപം കൊണ്ട് വന്നു പോയതാണ്, ബലഹീനത കൊണ്ട് വന്നു പോയതാണ്, പക്ഷെ എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. अक्सर जब हम अचानक से एकदम से किसी के लिए गलत शब्दों का इस्तेमाल करते हैं, एकदम से किसी पर जब हम गुस्सा होते हैं, एकदम से जब हम कुछ चीजें उठाकर फेंकते हैं, आपे से बाहर हो जाते हैं, तो अक्सर हम ये कहा करते हैं कि वो तो अचानक से हो गया, जल्दबाजी में हो गया, गुस्से में हो गया। पर मेरा दिल असल में ऐसा नहीं है। मेरा दिल बहुत साफ है। മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പറയുന്നു, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. मत्ती का सुसमाचार 15वां अध्याय उसमें लिखा, परमेश्वर कहता है कि जो दिल में भरा हुआ होता है वही मुंह पे आता है और वही मनुष्य को अशुद्ध करता है। ലൂക്കോസിന്റെ സുവിശേഷം 6:45 വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷത്തെ പുറപ്പെടുവിക്കുന്നു. लूका 6:45 में हमारा प्रभु कहता है कि भला मनुष्य अपने मन के भले भंडार से भली बातें निकालता है, दुष्ट मनुष्य अपने मन के बुरे भंडार से बुरी बातें निकालता है। പുറത്തേക്ക് വരുന്നത് അത് വായിലൂടെ വരുന്നതായിക്കൊള്ളട്ടെ, കണ്ണിൽ കൂടെ വരുന്നതായിക്കൊള്ളട്ടെ, ചെവിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സ്വഭാവമായിക്കൊള്ളട്ടെ, കൈകൊണ്ട് ചെയ്യുന്നതായിക്കൊള്ളട്ടെ, ഇതിന്റെ എല്ലാം ഉറവിടം ഹൃദയമാണ്. हमारे मन से जो निकलता है, चाहे वो मुंह से निकलने वाले शब्द हो, चाहे आंखों से निकलने वाला हो, या हम हाथों से जो करते हैं, या फिर हमारे सुनने के जो भी इच्छा मन में आती है, वो सब की सब हमारे दिल में है उसका स्रोत। പൈപ്പുണ്ടല്ലോ, ടാപ്പിലെ വെള്ളം ദുർഗന്ധമുള്ള വെള്ളം വരികയാണെങ്കിൽ അതിന്റെ പ്രധാന കാരണം ടാപ്പിന്റെ കുഴപ്പമല്ല, ടാപ്പിൽ വെള്ളം പിടിക്കുന്നയാളിന്റെ കുഴപ്പമല്ല, പിടിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ കുഴപ്പമല്ല, പിന്നെയോ ടാങ്കിൽ എന്തോ ചീഞ്ഞളിഞ്ഞ് കിടക്കുക. അതുകൊണ്ടാണ്
नल में अगर बदबूदार पानी आ रहा है तो वो नल की दिक्कत नहीं है, जो पानी भरने वाला व्यक्ति है उसकी भी दिक्कत नहीं है। जिस बर्तन में आप पानी भर रहे हैं उस बर्तन की भी दिक्कत नहीं है। दिक्कत क्या है? अगर बदबूदार पानी आ रहा है तो इसका मतलब जिस टंकी से पानी आ रहा है उसमें कुछ है जो सड़ा हुआ है, बदबूदार है। അതുപോലെ തന്നെ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഭാരപ്പെടാറുണ്ട്. അരുതാത്ത വാക്കുകൾ എന്റെ വായിലൂടെ വരുന്നു, അരുതാത്ത ഇടങ്ങളിൽ ഞാൻ നോക്കുന്നു, അരുതാത്തത് കാണുവാനുള്ള ആഗ്രഹം എന്റെ ഹൃദയത്തിൽ വരുന്നു, പെട്ടെന്ന് എനിക്ക് കോപം വരുന്നു. നമ്മളിൽ പലരും ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഇതോർത്ത് വിഷമിക്കാറുണ്ട്, ഇതിൽ നിന്ന് എങ്ങനെ എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും. इसी तरह से भाइयों, बहुत बार हम इन बातों के कारण बोझिल रहते हैं कि मेरे मुंह से गलत बातें निकलती हैं, मैं गलत चीजें देखता हूँ, गलत चीजें देखने की इच्छा मेरे अंदर आती है, मैं एकदम से गुस्सा हो जाता हूँ। जो भी परमेश्वर का भय मानते हैं उन लोगों के अंदर इन बातों के कारण अक्सर एक बोझ रहता है, वो परेशान रहते हैं। ഞാൻ അനേക ദൈവദാസന്മാരെ കണ്ടിട്ടുണ്ട്, ദൈവദാസിമാരെന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്, വലിയ ശുശ്രൂഷകൾ അവരുടെ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ക്ഷിപ്രകോപികളാണ്, പെട്ടെന്ന് കോപിക്കുന്നത് അവരിൽ പലരിലും ഞാൻ കണ്ടിട്ടുണ്ട്. मैंने कई ऐसे लोगों को देखा है जो खुद को परमेश्वर के दास कहते हैं, परमेश्वर की दासी कहते हैं, बड़ी बड़ी सेवकाई करने वाले लोगों को मैंने देखा है, और मैंने ये देखा है कि वो एकदम से भड़क जाते हैं, एकदम से गुस्सा करते हैं। അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹൃദയം ശരിയായിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഹൃദയത്തിന്റെ അകത്ത് നിന്നാണ് അത് വരുന്നതെന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മളിപ്പോൾ വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിച്ചു, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വായിച്ചു. और इसका कारण ये है कि उनका मन, उनका दिल अभी तक सही नहीं हुआ है, क्योंकि परमेश्वर का वचन कहता है, हमने मत्ती 15 में, लूका 6 में देखा, प्रभु कहता है क्योंकि ये सारी चीजें दिल में से निकलती हैं, इसलिए उनका दिल अभी तक सही नहीं हुआ है। ഞാനൊരു കാര്യം പറയട്ടെ, വ്യഭിചാരികൾ സ്വർഗത്തിൽ പോകത്തില്ലെന്ന് നമ്മൾ പറയും, പിടിച്ചുപറിക്കാർ പോകത്തില്ലെന്ന് പറയും, കൊലപാതകികൾ പോകത്തില്ലെന്ന് പറയും, കള്ളന്മാർ പോകത്തില്ലെന്ന് നമ്മൾ പറയും. हम ये तो कहते हैं कि व्यभिचारी परमेश्वर के राज्य के वारिस नहीं होंगे, लूटमार करने वाले परमेश्वर के राज्य के वारिस नहीं होंगे, चोर परमेश्वर के राज्य के वारिस नहीं होंगे, हत्यारे परमेश्वर के राज्य के वारिस नहीं होंगे, ये तो हम बोलते हैं। നമ്മൾ വ്യഭിചാരികളോട് പറയും നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കലേക്ക് വാ, കൊലപാതകികളോട് പറയും നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കലേക്ക് വാ, പിടിച്ചുപറിക്കാരോട് പറയും നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കലേക്ക് വാ. ഇതാണ് നമ്മുടെ സുവിശേഷം. പക്ഷേ കോപിക്കുന്നവരോട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിങ്കലേക്ക് വാ. हम व्यभिचारी से कहते हैं मन फिराकर प्रभु की उपस्थिति में आ, लूटमार करने वाले से कहते हैं मन फिराकर प्रभु की उपस्थिति में आ, हत्यारे से हम कहते हैं तू मन फिरा और प्रभु की उपस्थिति में आ। ये हमारा सुसमाचार है। पर हमने आज तक कभी किसी को, एक गुस्सा करने वाले को, गुस्सैल आदमी को कभी ये कहते नहीं सुना कि तू मन फिराकर प्रभु की उपस्थिति में आ। നിങ്ങളിൽ പലരും ആ വാക്യം കേട്ടിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം നിങ്ങളടുത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ മുന്നോട്ട് പഠിക്കുവാൻ പോകുന്ന ഒരു ഭാഗമാണെങ്കിൽ തന്നെയും കുറച്ച് നേരത്തെ അത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ 5:22 മുതൽ താഴേക്ക് പോയി 26-ാമത്തെ വാക്യം വരെ 22 to 26 വരെ എഴുതിയിരിക്കുന്നത് കോപത്തെ കുറിച്ചാണ്. अगर आप में से किसी को उस वचन का पता नहीं है, उसकी जानकारी नहीं है, तो वो आगे की हमारी क्लास में आने वाला वचन है। लेकिन फिर भी थोड़ा पहले मैं आपको बताना चाहता हूं कि मत्ती का सुसमाचार 5वां अध्याय उसका 22 से लेकर 26 तक के वचन जो हैं वो गुस्से के बारे में बताते हैं, क्रोध के बारे में बताते हैं। കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാനോ 22-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. 22वां वचन प्रभु कहता है, परंतु मैं तुमसे यह कहता हूं कि जो कोई अपने भाई पर क्रोध करेगा वह कचहरी में दंड के योग्य होगा, और जो कोई अपने भाई को निकम्मा कहेगा वह महासभा में दंड के योग्य होगा, और जो कोई कहे अरे मूर्ख वह नरक की आग के दंड के योग्य होगा। ഇത് തമാശയ്ക്ക് എഴുതിയതാണെന്ന് സഹോദരങ്ങളെ നിങ്ങൾ കരുതരുത്. അഥവാ അങ്ങനെ കരുതുന്നെങ്കിൽ അത് പിശാച്, നിങ്ങളുടെ തന്ത്രശാലിയായ പിശാച് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുക. भाइयों, ये मत सोचिएगा कि ये बात मजाक में लिखी गई है। अगर आपको लगता है कि ये बात हंसी मजाक में लिखी है तो इसका मतलब वो चालाक शैतान आपको नाश की ओर ले जा रहा है। ഇവിടെ എഴുതിയിരിക്കുന്നു സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ നീ അഗ്നി നരകത്തിൽ വീഴുമെന്ന്. यहाँ पर लिखा है कि अगर कोई भाई को मूर्ख कहेगा तो वो नरक की आग में गिरेगा।
അത് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലും ശരി, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാലും ശരി, അപ്പൻ മക്കളോട് പറഞ്ഞാലും ശരി, സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും ശരി, ഈ സ്പിരിറ്റിലാണ് സംസാരിക്കുന്നതെങ്കിൽ അഗ്നി നരകത്തിൽ എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. चाहे पति पत्नी से ये शब्द कहे, चाहे पत्नी पति से ये शब्द कहे, चाहे माँ बाप बच्चे से कहे, या कलीसिया में लोग आपस में एक दूसरे से कहे, अगर इस भावना में ये शब्द बोला जाता है तो मेरा विश्वास है कि वो बोलने वाला अग्नि नरक में जाएगा। അങ്ങനെ ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ, അനേക വർഷങ്ങളിൽ, അനേകം മാസങ്ങളിൽ ദൈവസന്നിധിയിൽ കിടന്ന് ഞാൻ നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി നിലവിളിച്ചു, പലപ്പോഴും ഉപവസിച്ചു പ്രാർത്ഥിച്ചു. എന്നിൽ നിന്ന് കോപത്തെ മാറ്റണമേ കർത്താവെ, കോപത്തിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയണമേ, എന്റെ ഹൃദയത്തെ ഒന്ന് മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്, ഞാൻ അങ്ങനെ വിശ്വസിച്ചത് കൊണ്ടാണ്. मेरा ऐसा विश्वास है, इसीलिए पिछले दिनों में मैंने कई साल, कई महीने, कई दिनों तक प्रभु के सामने रो रो कर, गिड़गिड़ाते हुए मैंने प्रार्थना की कि प्रभु मेरे अंदर से गुस्से को दूर कर, गुस्से की आत्मा को मेरे अंदर से दूर कर, क्योंकि मेरा यही विश्वास था। इसलिए मैंने प्रभु के सामने रो रो कर गुस्से को दूर करने के लिए दुआ की। ഞാനൊരു ക്ഷിപ്രകോപിയായ മനുഷ്യനായിരുന്നു. എൻ്റെ ഓഫീസിലുള്ള എൻ്റെ സബോർഡിനേറ്റ്സിന്റെ അടുത്ത് ഞാൻ കോപിക്കുമായിരുന്നു, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് കോപിക്കുമായിരുന്നു, എൻ്റെ മക്കളോട് കോപിക്കുമായിരുന്നു, ചുറ്റുപാടുമുള്ളവരോട് കോപിക്കുമായിരുന്നു, വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ മറ്റു ഡ്രൈവർമാരോട് കോപിക്കുമായിരുന്നു. ഞാനൊരു ക്ഷിപ്രകോപിയായിരുന്നു. അതേ സമയത്ത് ഞാൻ പറയുമായിരുന്നു ഞാൻ ദൈവത്തിന്റെ ദാസനുമാണെന്ന്. मैं बहुत गुस्सैल व्यक्ति था। ऑफिस में मेरे नीचे काम करने वाले अधीनस्थों पर मैं गुस्सा हो जाता था, मेरे घर में पत्नी पर मैं गुस्सा होता था, बच्चों पर गुस्सा होता था, और गाड़ी, सड़क पर गाड़ी चलाते समय दूसरे ड्राइवरों पर मैं गुस्सा करता था। ये सब गुस्सा मैं करता था, लेकिन उसी समय साथ के साथ मैं ये भी बोलता था कि मैं परमेश्वर की संतान हूँ। എന്നാൽ കർത്താവ് ദൈവത്തിന്റെ വചനത്തിലൂടെ എന്നെ കാണിച്ചു തന്നു, നീ അഗ്നി നരകത്തിന് യോഗ്യനാകും. കാരണം കോപം വരുന്നത് കർത്താവിൽ നിന്നല്ല, കോപം വരുന്നത് ദൈവാത്മാവിൽ നിന്നല്ല, കോപം വരുന്നത് നിന്റെ ഹൃദയത്തിൽ ശുദ്ധിയില്ലായ്മ കൊണ്ടാണ്. लेकिन प्रभु की आत्मा ने वचन के द्वारा मुझे ये दिखाया कि तू अग्नि नरक के योग्य है, क्योंकि गुस्सा परमेश्वर की ओर से नहीं आता है। गुस्सा मन के अशुद्धता में से आता है, ऐसे मन में से आता है जो शुद्ध नहीं है। വ്യഭിചാരി വ്യഭിചാരം കൊണ്ട് നിത്യനരകത്തിൽ എത്തിയേക്കാം, കവർച്ചക്കാരൻ അവന്റെ കവർച്ച കൊണ്ട് നിത്യനരകത്തിൽ എത്തിയേക്കാം, കൊലപാതകി തന്റെ കൊലപാതകം കൊണ്ട് നിത്യനരകത്തിൽ എത്തിയേക്കാം. എന്നാൽ കോപിക്കുന്നവൻ തന്റെ കോപം കൊണ്ട് നിത്യനരകത്തിലെത്തും. व्यभिचारी व्यभिचार के कारण अनंत नरक में जा सकता है, हत्यारा हत्या के कारण अनंत नरक में जा सकता है, लूटमार करने वाला अपने लूटमार के कारण अनंत नरक में जा सकता है, लेकिन जो गुस्सैल है वो गुस्से के कारण अनंत नरक में जाएगा। നമ്മൾ ഓർക്കണമേ, തമ്പാക്കു കഴിക്കുന്നവരോട് പറയും തമ്പാക്കു കഴിക്കരുത്, നിന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതാണ്. പുകവലിക്കുന്നവരോട് പറയും പുകവലിക്കരുത്, അത് നശിപ്പിക്കുന്നതാണ്. മദ്യം സേവിക്കുന്നവരോട് പറയും, കുടിക്കുന്നവരോട് പറയും മദ്യം നിങ്ങൾ ഉപേക്ഷിക്കണം, അത് നിങ്ങളെ നരകത്തിലെത്തിക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും കോപം പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ നമ്മളോട് പറയുന്നില്ല ഈ കോപം എന്നെ നിത്യനരകത്തിലെത്തിക്കുമെന്ന്. हम तंबाकू जर्दा खाने वालों से, बीड़ी सिगरेट पीने वालों से, शराब पीने वालों से हम कहते हैं कि ये सब इनका इस्तेमाल मत करो, ये तुम्हारे शरीर को भी खराब करते हैं, ये तुम्हें अनंत नरक में भी ले जाएंगे। लेकिन हम जो गुस्सैल व्यक्ति हैं, हम खुद से कभी ये नहीं कहते कि तेरा गुस्सा तुझे अनंत नरक में ले जाएगा। കർത്താവ് വളരെ നമ്മൾ ഈ പറയുന്നത് നമ്മുടെ അകത്തേക്ക് പോകുന്നത് അശുദ്ധനാക്കുന്നു. തമ്പാക്കു അകത്തേക്ക് പോകുമ്പോൾ അത് നിന്നെ അശുദ്ധമാക്കുന്നു, മദ്യം അകത്തേക്ക് പോകുമ്പോൾ അത് നിന്നെ അശുദ്ധമാക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡിക്ഷൻ, എന്തെങ്കിലും ആൽക്കഹോൾ, മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് അകത്തേക്ക് പോകുമ്പോൾ അശുദ്ധനാക്കുന്നു എന്ന് പറയുന്നു. അത് സത്യമാണ്. അത് വിശുദ്ധ മന്ദിരമാകുന്ന ശരീരത്തെ അശുദ്ധമാക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ വചനം പറയുന്നു അകത്തേക്ക് പോകുന്നത് മാത്രമല്ല നിന്നെ അശുദ്ധമാക്കുന്നത്, അകത്തു നിന്ന് പുറത്തു വരുന്നതും നിന്നെ അശുദ്ധമാക്കുന്നുണ്ട്. हम ये कहते हैं कि जो चीज हमारे अंदर जाती है वो हमें अशुद्ध करती है। जर्दा है या तंबाकू है, वो जो अंदर जाता है वो अशुद्ध करता है। कोई भी नशा है, शराब है, कोई भी बीड़ी सिगरेट है, वो जो अंदर जाता है वो आपको नाश करता है। वो बिल्कुल सही है, क्योंकि ये परमेश्वर का पवित्र मंदिर है, और ऐसी अशुद्ध चीजों का जब आप इस्तेमाल करते हैं ये आपके शरीर को अशुद्ध करता है। लेकिन प्रभु यहाँ पे कह रहा है कि जो अंदर जाता है केवल वही अशुद्ध नहीं करता है, बल्कि आपके अंदर से जो बाहर निकलता है वो अशुद्ध करता है। മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ, മാത്യു, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 15 verse 18 and 19. അവിടെ പറയുന്നത് എന്തെന്നറിയാമോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു.
मत्ती 15 का 18 और 19 में वहां लिखा है, जो कुछ मुंह से निकलता है वह मन से निकलता है और वही मनुष्य को अशुद्ध करता है। ഇന്നത്തെ രാത്രി ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് മാത്രമേ സഹോദരി നീ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാവൂ. भाइयों और बहनों, आज इस समस्या का हल निकाल कर ही आप अपनी जगह से खड़े हों। അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിന്റെ തിരുവചനത്തിന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി കഴിയും. इसलिए प्रार्थना के साथ बैठे और आज की संध्या को परमेश्वर का पवित्र वचन आपकी जिंदगी में चमत्कार कर सकता है। ഹൃദയത്തിന്റെ ഉള്ളിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ, കർത്താവേ ഈ വചനം എന്നോട് സംസാരിക്കുക. കഴിഞ്ഞ അനേക കാലങ്ങളിൽ ഞാൻ റെസ്റ്റിൽ ചെയ്യുന്ന, ഞാൻ മല്ലിടുന്ന വിഷയമാണ് ദൈവാത്മാവേ ഇന്ന് നീ എന്നോട് സംസാരിക്കുന്നത്. अपने दिल के अंदर एक समर्पण करें, प्रभु से कहें कि प्रभु पिछले काफी समयों से जिस चीज से मैं जूझ रहा हूं, जो मेरे अंदर मुझसे लड़ रही है, संघर्ष कर रही है, उस बात के बारे में आज आप मुझसे बात कर रहे हैं। आपका वचन मुझसे आज बात करने पाए। മറ്റു പല വിഷയങ്ങളിലും ഞാൻ ക്ലാരിറ്റി ഉള്ള ആളാണ്, ക്ലിയർ ആണ്, റൈച്ചസ് ആണ്. എന്നാൽ ഈ ചില വിഷയങ്ങളിൽ ഞാൻ തകർന്നു പോകുന്നു കർത്താവേ, എന്റെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടുപോകുന്നു. ഇന്നത്തെ രാത്രി അങ്ങയുടെ വചനത്താലും അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനാലും എന്നെ സഹായിക്കണമെന്ന് സഹോദരി നീ പ്രാർത്ഥിക്കുക. दूसरी कई बातों के बारे में मैं बिल्कुल अच्छी तरह से जानता हूं प्रभु, मेरा विचार उसके बारे में स्पष्ट है, मैं उन बातों को अच्छे से समझता हूं और मैं धर्मी हूं उन बातों में। लेकिन ये कुछ ऐसी बातें हैं जो मुझे तोड़ डालती हैं, जो मुझे फंसा देते हैं प्रभु, और ये ऐसी बातें हैं जिन पर मेरा कोई नियंत्रण नहीं रहता। तो अपने पवित्र आत्मा के द्वारा, अपने पवित्र वचन के द्वारा प्रभु आज तू इन बातों से मुझे बाहर निकाल, मुझसे बात कर। നമ്മുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഒന്ന് കരുതിക്ക്, കയ്യിൽ ഒരു ഗ്ലാസ് നിറയെ ഓറഞ്ച് ഒരു സ്റ്റീൽ ഗ്ലാസ് നിറയെ, കാരണം ഗ്ലാസ്സിൽ ക്രിസ്റ്റൽ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ അകത്തുള്ളത് എന്താന്ന് പുറത്ത് കാണത്തില്ല. ഒരു സ്റ്റീൽ ഗ്ലാസ് നിറച്ച് ഓറഞ്ച് ജ്യൂസും കൊണ്ട് ഒരാൾ നടക്കുകയാണെന്ന് വെച്ചോ, എത്ര ആഞ്ഞ ഉറക്കെ എത്ര ബലത്തോടു കൂടി ആ വ്യക്തിയെ കുലുക്കിയെന്ന് പറഞ്ഞാലും ആ ഗ്ലാസ്സിൽ നിന്ന് വെളിയിൽ വരുന്നത് എന്താണ്? ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും. आप सोच के देखिए, किसी भाई ने अपने हाथ में स्टील का एक ग्लास पकड़ रखा है और उसके अंदर ऑरेंज का जूस है, संतरे का जूस है, तो उस व्यक्ति को आप चाहे कितना भी हिलाओ, कितना भी धकेलो, उस ग्लास में से जो निकलेगा वो संतरे का रस ही निकलेगा। അത് പതുക്കെ കുലുക്കിയാലും ശരി ഓറഞ്ച് ജ്യൂസേ വരൂ, ഉറക്കെ കുലുക്കിയാലും ശരി ഓറഞ്ച് ജ്യൂസേ വരൂ, ആ ഗ്ലാസ് കമത്തിയാലും ശരി ഓറഞ്ച് ജ്യൂസ് മാത്രമേ വരൂ. चाहे उस आदमी को धीमे से हिलाओ, ऑरेंज का जूस ही निकलेगा, जोर से उसको हिलाओ, ऑरेंज का जूस ही निकलेगा, उस गिलास को उलट दो तो भी ऑरेंज का जूस ही निकलेगा। കാരണം എന്തെന്ന് ചോദിച്ചാൽ ആ ഗ്ലാസിന്റെ അകത്തുള്ളത് ഓറഞ്ച് ജ്യൂസ് ആണ്, അതുകൊണ്ട് അത് വെളിയിൽ വരുന്നത്. और इसका कारण क्या है? क्योंकि उस ग्लास के अंदर ही संतरे का रस है, तो वही बाहर निकलता है। എന്നെ കേൾക്കുന്ന സഹോദരി, ഒരു വ്യക്തി നമ്മളെ കോപിപ്പിച്ചാലും ശരി, അത് പതുക്കെ കോപിപ്പിച്ചാലും ശരി, ഉറക്കെ കോപിപ്പിച്ചാലും ശരി, എങ്ങനെല്ലാം പ്രൊവോക്ക് ചെയ്താലും ടെംപ്റ്റ് ചെയ്താലും ശരി, അകത്തുള്ളത് മാത്രമേ പുറത്തു വരത്തുള്ളൂ. मेरे भाइयों और बहनों, अगर कोई व्यक्ति हमें गुस्सा दिलाता है, वो चाहे कम गुस्सा दिलाए या ज्यादा गुस्सा दिलाए, कम छेड़े या ज्यादा छेड़े, हमारे अंदर अगर गुस्सा है तो बाहर गुस्सा ही निकलेगा। യേശു കർത്താവിന്റെ കൈകളിലേക്ക് ആണി അടിച്ചു കയറ്റിയപ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നത് എന്താണെന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള വാക്കാ വന്നത്. प्रभु यीशु के हाथों में जब कीलें ठोकी गई तो प्रभु के मुंह से क्या शब्द निकले? वो कहता है, हे प्रभु, हे पिता, इन्हें क्षमा कर, क्योंकि ये नहीं जानते कि ये क्या कर रहे हैं। അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നേരം വലിയ വലിയ കല്ലുകൾ തന്റെ നെറ്റിയില്, തന്റെ ശിരസില്, തന്റെ നെഞ്ചിലേക്ക് ആഞ്ഞമർന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് എന്തെന്നറിയാമോ? പിതാവേ, ഇവരുടെ കോപത്തെ ക്ഷമിക്കണമെന്ന്. प्रेरितों के काम 7वें अध्याय में जब स्तिफनुस को पत्थरवा किया जा रहा था, बड़े बड़े पत्थर उसके सिर पर, माथे पर, सीने पर, शरीर पर जब लग रहे थे, तो वो ये कह रहा था कि प्रभु, ये पाप इन पर मत लगा, इन्हें माफ कर। അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ഹൃദയത്തിൽ എത്ര ആഞ്ഞു കുലുക്കിയാലും പ്രൊവോക്ക് ചെയ്താലും ഉപദ്രവിച്ചാലും അവരുടെ ഹൃദയത്തിൽ ഉള്ളതാണ് പുറത്തേക്ക് വരുന്നത്. और ये हमें इस बात को सिखाता है कि उनको चाहे कितना भी जोर से हिलाओ, चाहे कितना भी जोर से गुस्सा दिलाओ, उनके अंदर से सिर्फ यही निकलता है जो उनके मन में था, माफी निकलती है। ആത്മാർത്ഥതയോടെ ഈ വചനത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. നമ്മളെ ആരെങ്കിലും കുലുക്കിയാൽ, ആവശ്യമില്ലാത്തത് നമ്മളെ കുറിച്ച് പറഞ്ഞാൽ, ചെയ്യാത്ത ദോഷങ്ങൾ നമ്മുടെ മേൽ ആരോപിച്ചാൽ നമ്മുടെ നാവിലൂടെ വരുന്നത് ഈ വാക്കുകളായിരിക്കുമോ മറ്റു പലതുമായിരിക്കും? पूरी ईमानदारी से अपने आप को एक बार जांच कर देखिएगा कि कोई अगर हमें हिलाता है, हमारे बारे में
कुछ गलत आरोप लगाता है, हमारे बारे में उल्टा सीधा बोलता है, जो हमने नहीं किया उसका दोष अगर हम पर लगाता है, तो क्या हमारे मुंह से ऐसे शब्द निकलेंगे? നമ്മൾ എത്രമാത്രം ഈ വിഷയങ്ങളും ഈ വചനങ്ങളും കേൾക്കുമ്പോൾ നാം നമ്മെക്കുറിച്ച് എത്രമാത്രം കരയേണ്ടിയിരിക്കുന്നു, നാം നമുക്ക് വേണ്ടി എത്രമാത്രം ഉപവസിക്കേണ്ടിയിരിക്കുന്നു, നാം എത്രമാത്രം ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി രാത്രി മുഴുവനും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെയും കർത്താവെ എന്നെ ഒന്ന് വിടുവിക്കണമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, എന്നിൽ ഇത്രമാത്രം വലിയ അപാകതകളും അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്നെന്ന്. जब हम इन बातों को सुनते हैं, इन वचनों को सुनते हैं, तो हमें कितना ज्यादा प्रभु की उपस्थिति में रोने की जरूरत है, कितना ज्यादा प्रभु की उपस्थिति में हमें उपवास करने की जरूरत है, हमें कितना ज्यादा रातों को प्रभु के सामने आंसू बहाकर प्रभु से ये कहने की जरूरत है कि प्रभु मुझे पता नहीं था मेरी जिंदगी में इतनी कमियां हैं, इतना खतरा मेरी खुद की जिंदगी में भरा हुआ है। യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുള്ളി വിക്കഡ്, ഹൃദയം സകലവിധമായ കപടവും ദോഷവും നിറഞ്ഞിട്ടുള്ളത്. यिर्मयाह 17 का 9 और 10 में लिखा है कि मन जो है वो असाध्य रोग उसके अंदर लगा हुआ है, सबसे ज्यादा कपटी है मन। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ആരും കരുതരുത് നമ്മൾ വിശുദ്ധരാണെന്ന്. കാരണം സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമേ നാം തിരിച്ചറിയത്തുള്ളൂ നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന്. इसलिए भाइयों, हम में से कोई भी ये ना समझे कि हम शुद्ध हैं, हम पवित्र हैं, क्योंकि जब मौके सामने आते हैं, जब परिस्थितियां ऐसी आती है, तभी हमें पता चलता है कि असल में हमारे अंदर क्या भरा है। ചിലപ്പോഴൊക്കെ ഞാൻ കോപിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ദൈവസന്നിധി, ഇപ്പോൾ വളരെ കുറവേ ഉള്ളൂ, എന്നാലും വല്ലപ്പോഴും ഒക്കെ ഏതെങ്കിലും വിഷയത്തിനകത്ത് അപ്സെറ്റ് ആവുകയോ അന്നോയിഡ് ആവുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കും, കർത്താവെ എന്തുകൊണ്ടാണ് അത് വന്നതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയും, ഇപ്പൊ നിനക്ക് മനസ്സിലായോ, നീ ചിന്തിക്കുന്നത് പോലെ അല്ല, നീ ഇനിയും മാറാനുണ്ട്. आजकल मुझे बहुत कम गुस्सा आता है, लेकिन फिर भी किसी बात को लेकर जब मैं परेशान हो जाता हूँ, मेरे मन में अगर क्रोध आता है और मैं प्रभु से जब पूछता हूँ कि प्रभु इसका कारण क्या है, तो प्रभु मुझसे ये कहता है, क्या तुझे अब समझ में आया कि तुझे जैसा लगता है तू वैसा नहीं है, तुझे अभी और बदलना जरूरी है और तेरे अंदर बदलाव की जरूरत है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഗൗരവത്തോടെ എടുക്കുക. അതല്ല എങ്കിൽ ഈ ലോകം മുഴുവനും പ്രസംഗിച്ച് നടന്ന ശേഷം നാം എത്തേണ്ട സ്ഥലത്ത് എത്താതെ പോകും. मेरे भाइयों और बहनों, इस मसीही जिंदगी को हमें बड़ी गंभीरता से लेना है, नहीं तो क्या होगा, सारे संसार में प्रचार करते करते घूमने के बावजूद जहां हमें पहुंचना है वहां हम पहुंच नहीं पाएंगे। 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നതാണ്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിപ്പാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. 1 कुरिन्थियों 9 के 27 में पौलुस ये कहता है कि मैं अपने शरीर को मारता कूटता और वश में लाता हूं, ताकि कहीं ऐसा ना हो कि दूसरों को प्रचार करने के बाद मैं खुद निकम्मा ठहरूं। ഇതിന് എന്താണ് ഒരു പരിഹാരം, എന്താണ് ഒരു വിഷയം, എങ്ങനെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റും? तो इसका इलाज क्या है, इसका हल क्या है, कैसे हम अपने दिल को बदल सकते हैं? പഴയ നിയമത്തിൽ അത് അസാധ്യമായിരുന്നു സഹോദരങ്ങളെ. പഴയ നിയമത്തിൽ ഹൃദയത്തിനുള്ള ഒരു മാറ്റം അസാധ്യമായിരുന്നു. पुराने नियम में ये असंभव था भाइयों, पुराने नियम में दिल का बदलाव असंभव चीज थी। എന്നാൽ പഴയ നിയമത്തിൽ കർത്താവ് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു, ഒരു കാലം വരാൻ പോകുന്നു, ഭാവിയിൽ നിങ്ങളുടെ ഹൃദയം മാറുന്ന ഒരു കാലം വരും. लेकिन यहोवा परमेश्वर ने पुराने नियम में एक वायदा दिया था कि भविष्य में एक समय आएगा जब तुम्हारा दिल बदल जाएगा। അത് ഏത് സമയമാണെന്ന് ചോദിച്ചാൽ മിശിഹ കർത്താവ് വരുന്ന സമയം, പെന്തിക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഹൃദയങ്ങളിൽ വസിച്ച് ദൈവത്തിന്റെ മന്ദിരമാക്കി ശരീരങ്ങളെ മാറ്റുന്ന നാൾ. वो कौन सा दिन होगा, कौन सा समय होगा? पिंतेकुस्त के दिन, जब मसीह के आगमन के बाद में जब पिंतेकुस्त का दिन आएगा, जब परमेश्वर का आत्मा स्वर्ग से उतरेगा, मनुष्यों के मनों को वो अपना मंदिर बनाएगा, उस समय उनके दिल में एक बदलाव आएगा। പഴയ നിയമത്തിൽ അനേക വിശുദ്ധന്മാർ ജീവിച്ചിരുന്നു. അബ്രഹാം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയവരായിരിക്കുന്ന മോശയെ കുറിച്ച് കേൾക്കാറുണ്ട്, അതുപോലെ അനേക പ്രവാചകന്മാരെ കുറിച്ച് കേൾക്കാറുണ്ട്, ഏലിയാവ്, എലീശ, ഇങ്ങനെ വലിയ മഹാരഥന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും പറഞ്ഞില്ല അവരുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. पुराने नियम में हम बहुत से बड़े बड़े संतों को, पवित्र लोगों को देखते हैं। अब्राहम से लेकर आप इधर जितने मर्जी परमेश्वर के दासों को आप देख लें, मूसा के बारे में हम सुनते हैं, नबियों के बारे में, एलिया, एलीशा के बारे में सुनते हैं। उनमें से किसी ने ये नहीं कहा
कि वो परमेश्वर के मंदिर हैं। അവരൊക്കെ അത്ഭുതങ്ങൾ നടത്തിയവരാണ്, ദൈവത്തിനു വേണ്ടി എരിഞ്ഞ് ശോഭിച്ചവരാണ്, വലിയ വലിയ വൻകാര്യങ്ങളെ ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ശക്തമായി ഉപയോഗിച്ചവരാണ്. എങ്കിലും അവർക്കാർക്കും പറയുവാൻ കഴിഞ്ഞില്ല അവർ ദൈവത്തിന്റെ മന്ദിരമാണെന്ന്. वो प्रभु के लिए बड़े बड़े चमत्कार करने वाले लोग थे, प्रभु के लिए बड़ी आग, बड़े जोश से भरे हुए लोग थे, प्रभु ने बड़ी सामर्थ के साथ इनको इस्तेमाल किया था, पर उनमें से कोई भी ये नहीं कह सकता था कि मैं परमेश्वर का मंदिर हूं। അതുപോലെ തന്നെ അവർക്കാർക്കും ദൈവത്തെ എന്റെ പിതാവേ എന്ന് വിളിക്കുവാനും കഴിഞ്ഞില്ല. അവരൊക്കെയും വിളിച്ചിരുന്നത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ എന്നാണ്. इसी तरह उनमें से कोई भी परमेश्वर को पिता नहीं कह पाया, वो परमेश्वर को ये कहकर पुकारते थे कि हे अब्राहम, इसहाक और याकूब के परमेश्वर, हे मेरे परमेश्वर। അവർ കാലയത്തിൽ പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ദേവാലയത്തിലേക്ക് അവർ കടന്നു പോകണം, അല്ലെങ്കിൽ സിനഗോഗിൽ കടന്നു പോകണമായിരുന്നു. परमेश्वर के भवन में अगर उनको जाना है तो उनको किसी भवन में, किसी आराधनालय में जाना पड़ता था। എന്നാൽ പുതിയ നിയമത്തിൽ സാധാരണ വിശ്വാസികൾക്ക് പോലും ദൈവം കൊടുത്ത വാഗ്ദത്തം എന്തെന്നറിയാമോ? 1 കൊരിന്ത്യർ 3-16 വാക്യം, 1 കൊരിന്ത്യർ 6-19 വാക്യം. അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? नए नियम के अंदर छोटे से छोटे विश्वासी को परमेश्वर ने क्या वायदा दिया है? 1 कुरिन्थियों 3:16, 1 कुरिन्थियों 6:19 बाइबल कहती है, क्या तुम नहीं जानते कि तुम परमेश्वर के आत्मा के, तुम्हारा शरीर परमेश्वर के आत्मा का मंदिर है। നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്ന് പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ എന്നല്ല വിളിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. और हमने, मसीह ने जो हमें प्रार्थना करने का तरीका सिखाया, हमने उसके बारे में सीखा था। मत्ती 6 अध्याय के अंदर जब प्रभु ये सिखाता है, वो ये नहीं कहता कि हे हमारे स्वर्ग के परमेश्वर, वो ये सिखाता है कि हे हमारे पिता तू जो स्वर्ग में है। പഴയ നിയമത്തിൽ എത്ര വലിയ ദൈവദാസനാണെങ്കിലും എത്ര വലിയ ദൈവദാസിയാണെങ്കിലും അവർക്ക് പറയുവാൻ കഴിയുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ ദാസരാണെന്നാണ്. पुराने नियम का कितना भी बड़ा परमेश्वर का दास हो, कितनी भी बड़ी परमेश्वर की दासी हो, वो सिर्फ यही कह सकते थे कि हम परमेश्वर के दास हैं। എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എത്ര ചെറിയ വിശ്വാസിയാണെങ്കിലും പറയാൻ പറ്റും, ഞാൻ എന്റെ ദൈവത്തിന്റെ പൈതലാണെന്ന്. पर नए नियम में आने के बाद चाहे कितना भी छोटा विश्वासी हो, वो ये कह सकता है मैं परमेश्वर की संतान हूं। ഇതിന് വലിയ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. ആ വ്യത്യാസമാണ് ഹൃദയശുദ്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്. इसमें, इन दोनों में बहुत बड़ा फर्क है परमेश्वर के जनों, और जब हम मन की शुद्धता के बारे में सीख रहे हैं तो इस फर्क के बारे में हमें सीखना जरूरी है। കർത്താവിന്റെ വചനത്തിൽ നമ്മൾ കണ്ടു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. प्रभु के वचन में हमने ये सीखा, पढ़ा कि धन्य है वे जिनके मन शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे। പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്ന 1, 2, 3 വചനങ്ങൾ ഞാനൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ശ്രമിക്കുന്നില്ല. കാരണം പഴയ നിയമത്തിലുള്ള ജനത്തിന്റെ സ്വപ്നം മാത്രമായിരുന്നു അത്, ആഗ്രഹം മാത്രമായിരുന്നു അത്, ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു വിഷയം മാത്രമായിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. पुराने नियम के 2-1 वचनों को मैं पढ़ना चाहता हूं। मैं उनको समझाने की कोशिश नहीं करूंगा, क्योंकि पुराने नियम के लोगों के लिए वो सिर्फ एक सपना था, वो सिर्फ उनकी एक इच्छा थी, वो उनके लिए भविष्य में होने वाली सिर्फ एक बात थी। എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാമത്തെ വാക്യം, 36:26. എസെക്കിയേൽ यहेजकेल, सॉरी कैन यू रिपीट दैट? 36:26. यहेजकेल 36 का 26। ദൈവദാസനെ ഒന്ന് വായിച്ചേ. यहेजकेल 36 का 26 हम पढ़ेंगे। मैं तुमको नया मन दूंगा और तुम्हारे भीतर नई आत्मा उत्पन्न करूंगा, और तुम्हारी देह में से पत्थर का हृदय निकालकर तुमको मांस का हृदय दूंगा। എസെക്കിയേൽ 11:19. ഈസെക്കിയേൽ അതേ പുസ്തകം തന്നെ, പുറകിലോട്ട് പോയി 11:19. यहेजकेल 11 का 19, उसी किताब में 11 का 19 यहेजकेल, वहां पे लिखा है, मैं उनका हृदय एक कर दूंगा और उनके भीतर नई आत्मा उत्पन्न करूंगा, और उनकी देह में से पत्थर का सा हृदय निकालकर उन्हें मांस का हृदय दूंगा। ജെറമായ 31:33. ബുക്ക് ഓഫ് ജെറമായ 31:33. इर्मिया 31 का 33, इर्मिया 31 का 33।
परंतु जो वाचा मैं उन दिनों के बाद इस्राएल के घराने से बांधूंगा वह यह है, मैं अपनी व्यवस्था उनके मन में समवाऊंगा और उसे उनके हृदय पर लिखूंगा, और मैं उनका परमेश्वर ठहरूंगा और वे मेरी प्रजा ठहरेंगे। यहोवा की यह वाणी है। സഹോദരങ്ങളെ, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന എന്തെന്നറിയാമോ? പത്തർ പോലുള്ള അല്ലെങ്കിൽ കല്ല് പോലുള്ള നമ്മുടെ ഹൃദയങ്ങളെ മാറ്റി മാംസളമായ ഹൃദയം നമുക്ക് തരുമെന്ന് മുമ്പേ നമ്മൾ വായിച്ചു. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ വായിച്ചു. ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുള്ളി വിക്കഡ്, ഹൃദയത്തിൽ സകല കപടവും നിറഞ്ഞ കല്ല് പോലുള്ള ഹൃദയമാണെന്ന്. അതിനെ മാറ്റി മാംസളമായ ഹൃദയം നമുക്ക് തരും എന്ന് പറഞ്ഞാൽ കല്ലിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന മാംസളമായ ഹൃദയം തരും. അതാണ് വാഗ്ദത്തം. भाइयों, हमने पहले ही इस बात को देखा था कि परमेश्वर जो मन जो है वो पत्थर जैसा कठोर है, उसमें असाध्य रोग लगा। और ये वचन जो हमने पढ़े, यहाँ पे बाइबल कहती है मैं तुम्हारे पत्थर जैसे कठोर हृदय को बदलकर तुम्हें मांस का एक नया हृदय दूंगा। സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു നോക്കിക്കോ, നിങ്ങൾ കഠിന ഹൃദയരാണെന്ന്, അലിവില്ലാത്ത ഹൃദയരാണെന്ന്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്റെ കഠിന ഹൃദയത്തെ മാറ്റി, അലിവില്ലാത്ത ഹൃദയത്തെ മാറ്റി, കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി മാംസളമായിരിക്കുന്ന ഒരു ഫ്ലഷി ഹാർട്ട് നിനക്ക് തരുവാൻ എന്നെ കൊണ്ട് കഴിയും. अगर आप में से कोई भाई ये सोचता है कि मैं कठोर दिल वाला व्यक्ति हूँ, मेरे दिल में कोई तरस नहीं है, कोई दया नहीं है, तो प्रभु यहाँ पे ये कह रहा है कि मैं तुम्हारे दिल की कठोरता को दूर करके, पत्थर जैसे तुम्हारे मन को दूर करके मैं मांस का एक हृदय तुम्हें दे सकता हूँ। സഹോദരങ്ങളെ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് അങ്ങനെ കരുതുക എന്ന് വെച്ചോ. കഠിന ഹൃദയനായ മനുഷ്യനാണ്, അലിവില്ലാത്ത മനുഷ്യനാണ്, കഠോരനായ മനുഷ്യനാണ് എന്ന് ഭർത്താവിനെ കുറിച്ചോ, അഥവാ നിങ്ങൾ ആരെങ്കിലും ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കുക എന്ന് വെച്ചോ, കഠിന ഹൃദയയായ സ്ത്രീയാണ്, അലിവില്ലാത്തവളാണ്, കരുണയില്ലാത്തവളാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ഇവിടെ ഒരു പരിഹാരം. കർത്താവിന് നിന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ അവളുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റും. कोई अगर अपने पति के बारे में ये सोचता है कि वो कठोर हृदय वाला व्यक्ति है, बहुत ही सख्त हृदय वाला व्यक्ति है, उसके दिल में कोई दया नहीं है, कोई करुणा नहीं है, कोई तरस नहीं है, और अगर कोई अपनी पत्नी के बारे में ये सोचता है कि वो कठोर हृदय वाली है, उसके मन में कोई तरस कोई दया नहीं है, तो उसका इलाज इस वचन में है। परमेश्वर उनके दिल को बदल सकता है, उनके कठोर मनों को बदलकर मांस का हृदय उन्हें दे सकता है। നിന്റെ ഭർത്താവിനോട് നീ വഴക്കുണ്ടാക്കാനായിട്ട് പോകണ്ട, നിന്റെ ഭാര്യയോട് നീ വഴക്കുണ്ടാക്കാനായിട്ട് പോകണ്ട. നീ ചെയ്യേണ്ടത് എന്തെന്നറിയാമോ? സർവശക്തനായ കർത്താവിന്റെ മുമ്പിൽ മുഴങ്കാലിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ആ കേസ് ഒന്ന് വെച്ച് നോക്ക്. ജീവിതം മാറുന്നത് നിനക്ക് കാണുവാനായിട്ട് കഴിയും. आपको अपने पति से लड़ाई करने की जरूरत नहीं है, आपको अपनी पत्नी से लड़ने की जरूरत नहीं है। आपको क्या करना है? आपको प्रभु के सामने घुटने टेकने हैं, अपना मुकदमा प्रभु के हाथों में सौंपना है, और आप देखेंगे कि कैसे प्रभु दिलों को बदल देता है। പ്രോവർബ്സ് 21:1 ഒരു വാക്യമുണ്ട്, രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്കെ എന്റെ കൈകളിൽ ഇരിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. नीति वचन 21:1 में परमेश्वर का वचन कहता है, राजाओं का मन नालियों की जल किनाई यहोवा के हाथ में रहता है, और वो जिधर चाहे उधर उसे मोड़ देता है। ആരുടെ ഹൃദയത്തെയും മാറ്റുവാൻ തക്കവണ്ണം കർത്താവിന് കഴിയും. അതുകൊണ്ട് നിന്റെ പ്രശ്നം കർത്താവിന്റെ കരങ്ങളിൽ വെച്ച് കർത്താവിനോട് നിലവിളിക്കാൻ. प्रभु किसी के भी मन को बदल सकता है, इसलिए अपनी समस्या को प्रभु के हाथों में सौंप कर प्रभु के सामने आप रोएं, उसको पुकार। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കോപമായിക്കൊള്ളട്ടെ, നിന്റെ മോഹമായിക്കൊള്ളട്ടെ, അരുതാത്തത് കാണുവാനോ അരുതാത്തത് ചെയ്യുവാനുള്ള അതിയായ ആഗ്രഹമോ അഭിനിവേശമോ ആയിക്കൊള്ളട്ടെ, ആ വിഷയങ്ങളെ ഓർത്ത് നീ ഭാരപ്പെടുന്നത് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കണം. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റിത്തരാമെന്നും മാംസളമായ ഒരു ഹൃദയത്തെ, പുതിയൊരു ഹൃദയത്തെ തരാമെന്നും അങ്ങ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്റെ ഹൃദയത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തിക്കാട്ട് കർത്താവേ. भाइयों और बहनों, चाहे आपका गुस्सा हो, चाहे गलत देखने की आपकी लालसा या इच्छा हो, चाहे किसी भी बात का लोभ या लालच हो, ऐसी किसी भी चीज के बारे में जब आप बोझिल होते हैं तो वो परमेश्वर की उपस्थिति में होना चाहिए। प्रभु से आप कहे, प्रभु आपका वायदा है कि मैं कठोर हृदय को बदलकर तुझे मांस का हृदय दूंगा, तो प्रभु अपने आत्मा के द्वारा मेरे मन की कठोरता को दूर कर, प्रभु मुझे मांस का सा एक हृदय दे, मुझे मेरी इन आदतों से छुटकारा दे। എന്റെ ജീവിതത്തിൽ സംഭവിക്കാത്തതൊന്നും ഞാൻ പ്രസംഗിക്കാറില്ല, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തതൊന്നും പ്രസംഗിക്കാറില്ല. ഇതൊക്കെയും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. मेरी जिंदगी में जो कभी हुआ नहीं है मैं उसका प्रचार नहीं करता, मेरी जिंदगी में मैंने जो अनुभव नहीं पाया है मैं उसका प्रचार नहीं करता। ये सब कुछ जो मैं कह रहा हूँ पिछले दिनों में प्रभु ने मेरी जिंदगी में किया है, वही मैं आपको बता रहा हूँ।
എന്റെ ജീവിതത്തെ കർത്താവിന് മാറ്റുവാൻ കഴിയുമെങ്കിൽ ഒരു പ്രയോജനവുമില്ലാത്ത കഠിനഹൃദയനായിരുന്ന, എല്ലാവർക്കും ഉപദ്രവകാരിയായിരുന്ന, എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് ഡൊമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന എന്നെ കർത്താവിന് മാറ്റുവാൻ കഴിയുമെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളെ എത്രയധികം കർത്താവിന് മാറ്റുവാനായിട്ട് പറ്റും. अगर प्रभु मेरी जिंदगी को बदल सकता है, जो किसी के काम का नहीं था, हर किसी पर गुस्सा करता था, सबको अपने नीचे रखने की कोशिश करता था, अधिकार जताने वाला व्यक्ति था, किसी के भी काम का नहीं था, अगर प्रभु मुझे बदल सकता है, जिसके अंदर कोई तरस नहीं था, कोई दया नहीं थी, ऐसे कठोर व्यक्ति को अगर प्रभु बदल सकता है, तो भाई और बहनों, आपको प्रभु कितना ज्यादा बदल सकता है। അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്നവൻ, നമ്മളെ രൂപാന്തരപ്പെടുത്തി മറ്റൊരു വ്യക്തിയാക്കി മാറ്റുന്നവൻ, അനേകരുടെ മുമ്പിൽ അത്ഭുത വിഷയമാക്കി ഈ നാളുകളിൽ ശക്തിയോട് ഉപയോഗിക്കുവാൻ പോകുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. तो मेरी बात को सुनने वाले भाइयों और बहनों, हम सौभाग्यशाली हैं, हमारा प्रभु हमारे साथ है। हमारी जिंदगियों को हमें बदलकर रूपांतरित करके बिल्कुल एक अलग व्यक्ति बनाकर दूसरों के सामने हमें एक चमत्कार बनाने की ताकत रखने वाला हमारा प्रभु हमारे साथ है। നിന്റെ വായിലൂടെ വരുന്ന വാക്കുകളല്ല മറ്റുള്ളവരെ മാറ്റുന്നത്, നിന്റെ ജീവിതമാണ് മറ്റുള്ളവരെ മാറ്റുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വെളിയില് നമ്മൾ കേൾക്കാറുണ്ട് ഒരു ആപ്തവാക്യം. there is a saying out in English, it says life speaks louder than words. आपके मुंह से निकलने वाले शब्द दूसरों की जिंदगी को नहीं बदलते हैं, परंतु आपकी जिंदगी से दूसरों के अंदर बदलाव आता है। परमेश्वर के वचन के बाहर ये कहा जाता है, कहावत है कि आपका जो व्यवहार है वो आपके शब्दों से कहीं ज्यादा ऊंची आवाज में बोलता है। അതുകൊണ്ട് നമ്മുടെ ജീവിതം മാറ്റുവാൻ തക്കവണ്ണം കർത്താവിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങൾ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. और इसलिए आज से ही प्रभु की उपस्थिति में ये प्रार्थना करना शुरू करेंगे, प्रभु मेरी जिंदगी में एक बदलाव दे। ആ ജീവിതം ഈ ലോകത്തിൽ അനേകരെ അനുഗ്രഹിക്കും എന്നുള്ളത് മാത്രമല്ല, നിശ്ചയമായും നീ ദൈവത്തെ കാണുക തന്നെ ചെയ്യും. और उससे आपकी जिंदगी में न सिर्फ बदलाव आएगा, बल्कि निश्चित रूप से आप परमेश्वर को देखेंगे। നമ്മൾ കർത്താവിനോട് കൂടുതൽ അടുത്തടുത്ത് വരുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത്? हम जब प्रभु के ज्यादा से ज्यादा निकट आते जाते हैं तो हमारी जिंदगी में क्या होता है? അടുത്ത 10 മിനിറ്റ് ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. अगले 10 मिनट में उस विषय के बारे में बताकर उसको समाप्त करना चाहता हूँ। ഞാൻ എന്റെ ദൈവത്തോട് കൂടെ നടക്കുന്നവനാണെങ്കിൽ എന്നിൽ വരുന്ന മാറ്റം എന്തെന്നറിയാമോ? अगर मैं अपने प्रभु के साथ साथ चलने वाला व्यक्ति हूँ, तो क्या आपको पता है मेरी जिंदगी में क्या बदलाव आता है? ഞാൻ ഓരോ ദിവസം കഴിയും തോറും ദൈവത്തെ കൂടുതൽ 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 ഭയപ്പെടുവാനായിട്ട് തുടങ്ങും. जैसे जैसे एक एक दिन बीतता जाता है, मैं परमेश्वर का ज्यादा और ज्यादा भय मानने लगता हूँ। കാരണം അവിടുത്തെ പരിശുദ്ധി, അവിടുത്തെ മഹത്വം, അവിടുത്തെ ഹോളിനെസ് അധികം 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 അറിയും തോറും എന്റെ ജീവിതത്തിന്റെ കുറവുകൾ അധികം അധികം എനിക്ക് വെളിപ്പെട്ടു വരും. ഈ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് കഴിയുകയില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. क्योंकि जितना ज्यादा मुझे प्रभु की महिमा का पता चलता है, उसकी पवित्रता का पता चलता है, मुझे उतना ही ज्यादा अपनी कमी का, अपनी कमजोरी का, अपने पापों का एहसास होने लगता है। और मैं ये सोचकर प्रभु से डरने और भय खाने लगता हूँ कि उस परम प्रधान के सामने खड़े होने की मेरी औकात नहीं है। എന്റെ ദൈവത്തിന്റെ മഹത്വം കൂടുതൽ ഞാൻ അറിയുമ്പോൾ, ദൈവത്തെ ഞാൻ കൂടുതൽ ഭയപ്പെടുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് എനിക്ക് ബോധ്യം വരുമ്പോൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ എനിക്ക് സമയം കിട്ടത്തില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ സമയം കിട്ടത്തില്ല, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുവാൻ സമയം കിട്ടത്തില്ല. മറ്റുള്ളവർക്ക് ഉപകാരമായി തീർന്നുകൊണ്ട് ഈ വരുന്ന നാളുകൾ, എന്റെ ജീവിതത്തിലുള്ള ക്ഷണികമായ ദിവസങ്ങൾ ജീവിച്ചു തീർക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ശ്രദ്ധയോടെ സൂക്ഷിക്കും. जब परमेश्वर की महिमा और पवित्रता के बारे में मुझे ज्यादा से ज्यादा पता चलता है, जब मेरी अपनी कमियों का, घटियों का मुझे जब एहसास होने लगता है, तब फिर मैं दूसरों को दोष देने वाला नहीं बनूंगा। उसके लिए मेरे पास समय नहीं रहेगा, दूसरों को परेशान करने का मेरे पास समय नहीं रहेगा, दूसरों की कमियां निकालने का मेरे पास में समय नहीं रहेगा, बल्कि मैं दूसरों की मदद करते हुए, उनकी सहायता करते हुए अपनी जिंदगी को बिताना शुरू करूंगा। യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തില് നമുക്ക് കാണുവാനായിട്ട് കഴിയും, സാറാഫുകൾ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ചുറ്റിലും നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുവാനായിട്ട് നമുക്ക് കാണാം. यशाया 6 अध्याय में हम देख सकते हैं कि सारा वो परमेश्वर के सिंहासन के चारों ओर उसकी आराधना करते हैं। ആ സാറാഫുകൾ എന്ന് സൃഷ്ടിക്കപ്പെട്ടുവോ അന്നു മുതൽ ഇത് പറയുന്ന സമയം വരെയും ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നവരെങ്ങും മാറിപ്പോയിട്ടില്ല.
उन साराप को जब से बनाया गया था तब से लेकर जब तक यहाँ पे बताया गया तब तक वो प्रभु की उपस्थिति से कभी नहीं हटे। ദൈവത്തോടു കൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഈ സാറാഫുകൾ. ये साराप परमेश्वर के सबसे ज्यादा निकट रहने वाले हैं। നമ്മളൊന്ന് നോക്കിക്കുക, സാറാഫുകൾ എങ്ങനെ നിൽക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? അവര് രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് അവർ പരസ്പരം പറഞ്ഞു ദൈവത്തെ ആരാധിക്കുക. और आप देखिए वहां पे क्या लिखा है, वचन क्या कहता है कि वो किस तरह से परमेश्वर की उपस्थिति में खड़े हैं। दो से अपनी आंखें ढांपे हुए, दो से अपने पांवों को ढांपे हुए और दो पंखों से उड़ते हुए वो ये कहते हैं, सेनाओं का यहोवा पवित्र 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 है। കാരണം എന്തുകൊണ്ടാണ് അവർ മുഖം മൂടിയതെന്ന് അറിയാമോ? ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം എനിക്ക് യോഗ്യതയില്ല, ഞങ്ങൾക്ക് യോഗ്യതയില്ല, ഞങ്ങൾ വെറും സൃഷ്ടികൾ അത്രയെന്ന് തിരിച്ചറിഞ്ഞ് ആ മഹത്വം കാണുവാൻ കഴിയാതെ അവരുടെ കണ്ണുകൾ മൂടുകയാണ്. वो अपनी आंखों को क्यों ढांपते हैं? ये सोचकर कि हम सिर्फ सृष्टि हैं, हम परमेश्वर के तेज को, उसकी महिमा को देखने के योग्य नहीं है, इसलिए वो अपनी आंखों को ढांप लेते हैं। അവരെന്തുകൊണ്ട് പാദങ്ങൾ മൂടിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ കാലിന്റെ പാദത്തിന്റെ നഗ്നത ദൈവത്തിന്റെ സന്നിധിയിൽ വെളിപ്പെടാതിരിപ്പാൻ തക്കവണ്ണം അവരുടെ നഗ്നതയെ, കാലിന്റെ പാദത്തിന്റെ നഗ്നതയെ അവർ മൂടി ഹാലിലെ ദൈവസന്നിധിയിൽ അവരെ തന്നെ സൂക്ഷിക്കുക. वो पावों को क्यों ढांपते हैं? ताकि उनके पावों की नंगाई, नग्नता परमेश्वर की उपस्थिति में नजर ना आए, इसलिए वो अपने पावों को ढक कर प्रभु की स्तुति करते हैं। മനുഷ്യന്റെ കൂടെ നടക്കുന്നവർക്ക് അഹങ്കാരം വർദ്ധിക്കും. പ്രൈം മിനിസ്റ്ററിന്റെ സെക്രട്ടറി ആയിക്കൊള്ളട്ടെ, രാജ്യത്തിലെ അധികാരികളുടെ അവരുടെ സെക്രട്ടറിമാരോ കൂടെ നിൽക്കുന്നവരൊക്കെ ആയിക്കൊള്ളട്ടെ, നമുക്കറിയാം അവർക്കൊക്കെ അഹങ്കാരം വർദ്ധിക്കുക. മനുഷ്യന്റെ കൂടെ കൂടുമ്പോൾ അഹങ്കാരം വർദ്ധിക്കുന്നു, എന്നാൽ ദൈവത്തോട് കൂടെ വരുമ്പോൾ താഴ്മ വർദ്ധിക്കുന്നു. इंसान के साथ में जब कोई रहता है उसका घमंड बढ़ जाता है, चाहे प्रधानमंत्री का सेक्रेटरी हो या हम जानते हैं किसी भी बड़े अधिकारी के साथ रहने वाला उसका सचिव, उसका अधीनस्थ, उनका घमंड बढ़ता जाता है। इंसान के साथ रहने वाले का घमंड बढ़ता है, लेकिन जो परमेश्वर के साथ रहता है उसमें नम्रता बढ़ती जाती है। അത് മറന്നു പോകരുത് സഹോദര സഹോദരി. എത്രമാത്രം കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുന്നുവോ അവർക്ക് താഴ്മയുണ്ടാകും. കാരണം വലിയവനായ ദൈവത്തിന്റെ കരുണയ്ക്ക് മുമ്പിൽ തങ്ങളെ തന്നെ താഴ്ത്തി നിർത്തുന്നവനാണ് ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി. भाइयों और बहनों, इस बात को कभी भी भूलना नहीं है कि जो सर्वशक्तिमान परमेश्वर के साथ में रहता है, जितना उसकी नजदीकी में बढ़ता है वो उतना ही ज्यादा नम्र होता जाता है, क्योंकि सर्वशक्तिमान परमेश्वर की उपस्थिति में अपने आप को नम्र और दीन करने वाला होता है एक परमेश्वर की संतान। പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, മുൾപടർപ്പില് മോശ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ മുഖം മറച്ച് ഭയത്തോടെ നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. निर्गमन 3 अध्याय में हम देखते हैं जब मूसा के सामने जलती हुई झाड़ी में परमेश्वर प्रकट होता है तो मूसा डर के मारे मुंह ढांप कर वहां खड़ा रहता है। ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദൈവിക ദർശനം ദാനിയേലിന് ലഭിക്കുമ്പോൾ അവൻ അവിടെ വിറച്ചുകൊണ്ട് പറയുന്നുണ്ട്, he was drained of his strength, അവന്റെ ശക്തി, അവന്റെ ബലം ക്ഷയിച്ചു പോയതായിട്ട് അവൻ പറയുന്നുണ്ട്. दानिయేल की पुस्तक 10वें अध्याय में जब परमेश्वर का दर्शन दानिయేल को मिलता है तो वहां पर लिखा है कि वो एक मुर्दे की तरह परमेश्वर की उपस्थिति में गिर पड़ा, उसकी ताकत उसमें से जाती रही। വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് കർത്താവിൻ്റെതായ ആ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ മരിച്ചവനെ പോലെ അവന്റെ പാദപീഠത്തിൽ വീണതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. प्रकाशित वाक्य 1:17 जब यूहन्ना पतमुस टापू पर पुनरुत्थान प्राप्त प्रभु यीशु मसीह का जब दर्शन पाता है तो वहां पे हम देखते हैं कि वो एक मूर्ति की तरह प्रभु के पांवों पर गिर पड़ता है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതെന്നറിയാമോ? നാം ഈ ദൈവവചനത്തിൽ നിന്ന് കർത്താവിനെ കൂടുതൽ കൂടുതൽ അറിയും തോറും, പരിശുദ്ധാത്മാവ് സർവശക്തനായ കർത്താവിനെ വെളിപ്പെടുത്തി തരും തോറും നാം കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് തിരുസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുകയും ചെയ്യണം. मेरे भाइयों और बहनों, ये वचन हमें क्या सिखाते हैं? ये सिखाते हैं कि जितना ज्यादा हम परमेश्वर को जानते जाते हैं उतना ही ज्यादा हम परमेश्वर की उपस्थिति में खुद को नम्र करते जाते हैं। परमेश्वर का आत्मा
हमें जितना ज्यादा परमेश्वर के बारे में हम पर प्रकट करता जाता है, हम उसकी सर्वोच्चता को, उसकी महिमा को देखते हुए उसकी उपस्थिति में खुद को उतना ही ज्यादा नम्र और दीन करते जाते हैं। നമ്മുടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ ശോധന ചെയ്യും. നാം പറയുന്ന ഓരോ വാക്കുകളും മുമ്പേ സറാഫുകളുടെ കാര്യം പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പറയുന്ന ഓരോ വാക്കുകളും അവിടുത്തെ സന്നിധിയിൽ പാടുന്ന പാട്ടുകളുടെ ഓരോ വരികളും നാം ശ്രദ്ധിച്ചു മാത്രമേ ദൈവസന്നിധിയിൽ പാടുകയും പറയുകയുമുള്ളൂ. और परमेश्वर की उपस्थिति में प्रार्थना करने से पहले हम अपनी जिंदगी को जांचने वाले बनेंगे। जैसे साराप की पहले बात की गई, जब हम प्रभु की उपस्थिति में प्रार्थना करते हैं, वो शब्द जो हम गीत गाते हैं, उन गीतों के बोल एक एक को हम बड़ी सावधानी से बोलना शुरू करेंगे। ഞാൻ എൻ്റെ വാക്കുകൾ അടുത്ത 2 മിനിറ്റിനുള്ളിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. अगले 2 मिनट में अपने शब्दों को समाप्त करना चाहता हूँ। സഹോദര സഹോദരി, ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ഇതെനിക്ക് സാധ്യമല്ലെന്ന് നമ്മൾ പറഞ്ഞേക്കാം. നമുക്ക് ആർക്കും സാധ്യമല്ല, പക്ഷെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ സകലതും സാധ്യമാണ്. भाइयों और बहनों, इन शब्दों को, इन वचनों को सुनने पर शायद आप कह सकते हैं, कहेंगे कि ये तो असंभव है, हम सब के लिए ये सब असंभव है, हमसे किसी से नहीं हो सकता, लेकिन पवित्र आत्मा के द्वारा सब कुछ संभव है। കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മളെ പോലെ സാധാരണക്കാരായ മനുഷ്യരെ ഈ അനുഭവത്തിലൂടെ കർത്താവ് നടത്തിയത് നമുക്ക് കാണുന്നില്ലേ? प्रभु के प्रेरितों की जिंदगी में आप देखिए, हमारे जैसे साधारण लोगों को प्रभु किस तरह से ऐसे एक अनुभव में से गुजारता है। കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൂടെ നമ്മളൊന്ന് നോക്കിക്കേ, നമ്മുടെ ചുറ്റുപാടും അനേക ദൈവദാസന്മാരെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ? താഴ്മയോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരെ. पिछली सदियों की ओर एक बार मुड़कर देखिए, या फिर अपने चारों ओर नजर दौड़ाइए, कितने ही परमेश्वर के दास और दासी आपको नजर आएंगे जो बड़ी नम्रता और दीनता के साथ प्रभु के सामने जी रहे हैं, सेवा कर रहे हैं। ക്രിസ്തീയ ജീവിതം പണിയപ്പെടുന്നത് കണ്ണുനീരിന്റെ മധ്യത്തിലാണ്. കണ്ണുനീരിലൂടെയുള്ള പ്രാർത്ഥനയിലാണ് ക്രിസ്തീയ ജീവിതം പണിയപ്പെടുന്നത്. मसीही जिंदगी आंसुओं के द्वारा बनती है। आंसुओं के साथ की गई जो प्रार्थना होती है, वो मसीही जिंदगी को बनाती है। നിങ്ങളിൽ ആരെങ്കിലും ദൈവസന്നിധിയിൽ കരയുന്ന സ്വഭാവമില്ലാത്തവരായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി മുതൽ ദൈവസന്നിധി കരയുവാൻ പഠിക്കുക. अगर आप में से किसी को प्रभु की उपस्थिति में रोने की आदत नहीं है, तो आज से प्रभु की उपस्थिति में रोने की आदत डालिए। ഇതുവരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി മുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഒന്ന് ശ്രമിച്ചേ. अगर अभी तक आप आंसुओं के साथ कभी प्रार्थना नहीं कर पाए हैं, तो आज से आंसुओं के साथ प्रार्थना करने की कोशिश करें। കഴിഞ്ഞ നാളുകളിൽ അനവധി തവണ മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ലേ? എന്നാൽ ഒരു തവണയെങ്കിലും കർത്താവിന്റെ മുമ്പിൽ ഒന്ന് കരയാനായിട്ടൊന്ന് ശ്രമിച്ചേ. पिछले दिनों में कितनी बार इंसानों के सामने रोए हैं, तो क्यों नहीं आज प्रभु के सामने रोने की कोशिश करें। കർത്താവിന്റെ സന്നിധി നീ കരയുന്നുവെങ്കിൽ നീ മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും കരയേണ്ടി വരില്ല. अगर आप प्रभु के सामने रोते हैं, तो आपको कभी इंसानों के सामने रोने की नौबत नहीं आएगी। ദൈവത്തിന്റെ മുമ്പിൽ നീ താഴുന്നുവെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ താഴേണ്ടി വരില്ല. अगर आप प्रभु के सामने झुकते हैं, तो इंसान के सामने झुकने की नौबत नहीं आएगी। കർത്താവിന്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. കരുണയുള്ള ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. प्रभु के वचन की ओर वापस आते हैं, वहां हम पढ़ते हैं, धन्य है वे जिनके मन शुद्ध हैं, क्योंकि वे परमेश्वर को देखेंगे। കർത്താവിന്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. हम अपने सिरों को प्रभु के सामने झुकाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ, ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ ജനത്തിനായിട്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോരുത്തരുടെ ഹൃദയങ്ങളോട് കർത്താവ് ഇടപെടണമേ. ശ്രേഷ്ഠമേറിയ സുവിശേഷത്തിന്റെ മഹത്വം ഓരോരുത്തരും അനുഭവിപ്പാൻ തക്കവണ്ണം, ഹാലിലെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാൻ, സഭ ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം, ദാസന്മാരുടെ ശുശ്രൂഷകൾ ശക്തിയോടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്നത്തെ രാത്രി കേട്ട വചനം മുഖാന്തരമായി തീരുമാറാകണമേ എന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ, ദൈവവചനം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഭൃത്യനെ ഉപയോഗിച്ചതിനായിട്ട് സ്തോത്രം. ഹാലിലെ അതാത് വാക്കുകൾ അതാത് സമയത്ത് മുടക്കം കൂടാതെ നാവിന്മേൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയ്ക്കായി വിളിച്ച് അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം കർത്താവേ. മുന്നോട്ടുള്ള നാളുകളിൽ അങ്ങയുടെ രാജ്യത്തിന്റെ പണിക്ക്, അങ്ങയുടെ സഭയുടെ പണിക്ക്, അങ്ങയുടെ ജനത്തിന്റെ ഉദ്ധാരണത്തിനായി ശക്തിയോടെ ഉപയോഗിച്ചായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവണ്ണം കുടുംബത്തെയും കർത്താവ് മാനിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് പിന്നില് ബലമായി നിൽക്കുന്ന, മുഖാന്തരമായി നിൽക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ കൃപ പകർന്ന് അങ്ങ് പ്രതിഫലം കൊടുത്ത് ദീർഘായുസ്
കൊടുത്ത് ബലം കൊടുത്ത് അധികം പ്രത്യാശയും പ്രതീക്ഷയും കൊടുത്ത് കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഞങ്ങളുടെ ജനത്തിനായിട്ട് സ്തോത്രം, സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ അവരെ മടക്കി അയക്കണം. ഇന്ന് രാത്രി ഉറങ്ങുവാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. आमीन। ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞു. हम एक बार फिर से प्रार्थना करेंगे। पिता, हम आपका धन्यवाद करते हैं इस अच्छे समय के लिए प्रभु, आपकी बड़ी उपस्थिति के लिए धन्यवाद प्रभु, आपके सामर्थी वचन के लिए एक बार फिर से हम आपका धन्यवाद करते हैं प्रभु जी। परमेश्वर, आपके दास के लिए धन्यवाद प्रभु, जिनके द्वारा आपका सामर्थी वचन हमारे पास आ जाया प्रभु। हम आपके दास के लिए प्रभु, उनके परिवार के लिए, उनकी कलीसिया सेवकाई, उनकी नौकरी को परमेश्वर हम आपके हाथों में देते हैं प्रभु। हम धन्यवाद करते हैं प्रभु, आपने उनकी जिंदगी में जो अभिषेक उंडेला है, जो वचन का प्रकाशन प्रभु आपने उनको दिया, उसके लिए हम आपका धन्यवाद करते हैं। जो गहराइयां प्रभु आपके दास हमारे सामने लाते हैं प्रभु, और प्रभु हम धन्यवाद करते हैं उन गहराइयों के लिए जिनमें परमेश्वर आपने अपने दास को उतारा है प्रभु। हम धन्यवाद करते हैं आपके सामर्थ्य वचन के लिए प्रभु। हम दुआ करते हैं प्रभु, उन्हें और भी अधिक अपने अभिषेक से, अपने सामर्थ्य से आप भरें, बहुतों के लिए एक बड़ी आशीष का कारण बनाए प्रभु। हमारे लिए आपने उन्हें एक आशीष का कारण बनाया, हम आपका धन्यवाद करते हैं प्रभु, धन्यवाद करते हैं परमेश्वर। और आज जितने भी आपके परमेश्वर दास दासी, आपकी संतान, जितने भी लोग जुड़े हैं प्रभु जूम में, उन सबको हम आपके हाथों में समर्पित करते हैं। और आने वाले दिनों में जितने लोग इस वचन को सुनते हैं प्रभु, उनके लिए हम प्रार्थना करते हैं प्रभु, उन सब के लिए ये वचन बड़ी आशीष का कारण बनने पाए प्रभु। हम नम्र और दीन बनने पाए, जितना आपकी नजदीकी में हम बढ़ते हैं प्रभु, उतना हम नम्रता और दीनता में बढ़ने पाए। जितना हम आपके साथ रहते हैं प्रभु, उतनी हमारी दीनता और नम्रता बढ़ती जाए प्रभु। घमंड नहीं प्रभु जी, अहंकार नहीं प्रभु, दीनता और नम्रता हमारी जिंदगी में बढ़ने पाए, हमारी सेवकाई में, हमारी बोलचाल में, हमारे व्यवहार में, हमारे उठने बैठने में प्रभु, आपकी नजदीकी को हमारी दीनता सब साबित करने पाए, हमारी नम्रता प्रभु आपके साथ की हमारी नजदीकी को साबित करने वाली बनने पाए प्रभु। आपके सामर्थ्य वचन के लिए धन्यवाद। हमारे मनों को शुद्ध कर प्रभु, हमारे मनों को शुद्ध कर प्रभु, ताकि हम आपको देखने पाए। और जब हम आपको देखते हैं तभी हमारी असलियत को हम देख पाते हैं प्रभु। इन दिनों में हमारी मदद कर प्रभु, कि हम आपको देखने वाले बनने पाए, आपको देखकर प्रभु अपनी असलियत का हमें पता लगने पाए, एहसास होने पाए, ताकि हम और अधिक आपके नजदीक आने पाए। मदद कर, सहायता कर। आपके सामर्थ्य वचन के लिए धन्यवाद प्रभु। सारा आदर, सारी महिमा हम आपके नाम को देते हैं। आपने हम में से हर एक से बातचीत किया, धन्यवाद। हम सबके लिए प्रभु इन दिनों में ये वचन बड़े बदलाव का, एक रूपांतरण का कारण बनने पाए। इसे सुनकर हम भूल न जाएं प्रभु, बल्कि अपने हृदय की पट्टियों पर लिखने पाए और हमारी जिंदगी में एक बदलाव का कारण बनने पाए। आप ऐसा करने जा रहे हैं, इसके लिए धन्यवाद। सारा आदर, सारी महिमा हम आपके नाम को देते हैं, प्रभु यीशु मसीह के नाम से मांगते हैं, आमीन। अब पिता परमेश्वर का प्रेम, पुत्र यीशु मसीह का अनुग्रह और पवित्र आत्मा की संगति और सहभागिता हम सबके साथ प्रभु यीशु मसीह के दोबारा आगमन तक होती रहे।